നമസ്കാരം, ഞാൻ ഡോക്ടർ ആമിന. ഒരേ മരുന്ന് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കുമോ? ആയുർവേദം പറയുന്നത് ഒരിക്കലും അല്ല എന്നാണ്. കാരണം ആയുർവേദത്തിൽ നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന രൂപത്തിലാണ്. അതായത് ഒരാൾ ഇപ്പോൾ ദശവിധ പരീക്ഷയൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ദൂഷ്യം, ദേശം, ബലം, കാലമണ്ഡലം, പ്രകൃതിയും വയഹ സത്വം സാത്വം തഥാഹാര അവസ്ഥാസ്ത പൃഥക്വിധ, അതായത് ഇത് ഓരോന്നും ഓരോ ഇൻഡിവിജ്വൽസിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്യാവുന്ന മെഡിസിൻസിലും വലിയ ഒരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല മറ്റൊരാൾക്ക് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ദൂഷ്യം, അതായത് ദോഷങ്ങൾ, അതുപോലെ ധാതുക്കൾ, ദൂഷ്യം, ദേശം, ബലം, അവരുടെ പേര്, അവരുടെ ആ ഒരു ബലത്തിനെ പറ്റി, അതുപോലെ തന്നെ അവരുടെ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റി, അഗ്നി എങ്ങനെയാണെന്നുള്ളത്, അതുപോലെ അനലം, പ്രകൃതി, ഏത് പ്രകൃതി, വാദം, പിത്തം, കഫം, ത്രിദോഷ പ്രകൃതിയുണ്ട്, തുന്തജ പ്രകൃതിയുണ്ട്. അപ്പോൾ അതിൽ ഏത് പ്രകൃതിയാണെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ ഇൻഡിവിജ്വൽസിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും ആയുർവേദത്തിൽ വ്യത്യസ്തമാണ്. ഒരാൾക്ക് കൊടുക്കുന്ന മരുന്നായിരിക്കില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന പ്രൊസീജിയർ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കൊടുക്കുന്നവരുടെ ദൂഷ്യങ്ങളും അതുപോലെ മറ്റ് ഫീച്ചേഴ്സിനൊക്കെ അനുസരിച്ചായിരിക്കാം നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. ഇവിടെ ആയുർവേദം എന്ന് പറയുന്നത് തികച്ചും ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ഓരോ ഇൻഡിവിജ്വൽസിനും. ആയുർവേദം എന്ന് പറയുന്ന ആയുസ്സിൻ്റെ സ്റ്റഡി എന്നാണ്, സ്റ്റഡി ഓഫ് ലൈഫാണ് ആയുർവേദം. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇത്തരത്തിലുള്ള നോളജ് കിട്ടുന്ന, അതുപോലെ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കാണാൻ താല്പര്യപ്പെടുന്നവരുമായിട്ടുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി, അതുപോലെ മറ്റ് കണ്ടീഷൻസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ലിങ്കും ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.